ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തെമോയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കുറച്ച് കുട്ടിമണീസിനെയും എൻ്റെ ലുട്ടാപ്പീനെയും പിന്നെ ഇത്തിരി കുഞ്ഞന്മാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ മെയിൻ ജോബ് ഇവരെയൊക്കെ എപ്പോഴെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കലൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ, അതുപോലെ ചെടികളൊക്കെ ഒന്ന് വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടികൾ നോക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കിവിടെ അതിനുള്ള സൗകര്യം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു കുഞ്ഞ് അക്വേറിയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ഇന്നലെ മേടിച്ചിട്ട കുറച്ച് നിയോൺ ടെട്ര കുഞ്ഞുമീനുകളാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് രാത്രിയിൽ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മൾക്ക് ഇന്ന് നമ്മൾ തെമോയിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, അൺബോക്സിങ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഇക്ക ഒരു മൊബൈൽ ചാർജർ, ഒരു വയർലെസ് ചാർജർ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇക്ക ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ 9 എണ്ണം അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ചത് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു സ്ക്രബ്ബറാണ് കേട്ടോ, നമുക്ക് പാത്രമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഡിസ്പോസിബിളിൻ്റെ ബേക്കിംഗ് പാത്രമാണ്. ഇത് എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നൊരു ഡംപ്ലിംഗ് ഉണ്ടാക്കുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോഡക്റ്റും കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം കേട്ടോ, എത്രത്തോളം യൂസ് ആണെന്ന് അറിയില്ല, വളരെ ചെറുതാണ്. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു വാൾ ഡെക്കറാണ്. ഇത് ബട്ടർഫ്ലൈസ് ആണ്. ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല, 3D എന്നാണ്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ മീനും വെച്ച പ്ലാന്റ് ഒക്കെ വെച്ചതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ ഇത് ഒരു വാൾ ഡെക്കറാണ്, മിററാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മളൊരു സിസർ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്ലിപ്പാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല യൂസാണ് കേട്ടോ. നമുക്ക് ഇത് ഐക്കേന്നൊക്കെ ഞാൻ മുൻപ് എപ്പോഴും മേടിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയി പോയിട്ട് കേട്ടോ. അപ്പോൾ തെമൂല് ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു 2 പാക്കറ്റ് ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാക്കറ്റൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഒക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് പ്ലാന്റ് വോളിൽ സെറ്റ് ചെയ്യുന്ന ക്ലിപ്പാണ്. ഇത് നമ്മൾ മണി പ്ലാന്റൊക്കെ നമുക്ക് വോളിലേക്ക് പടർത്തി വിടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ മണി പ്ലാന്റിൻ്റെ വള്ളിയൊക്കെ കടത്തി വിട്ടിട്ട് നമുക്കിത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വോളിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു മണി പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്, ഞാൻ ട്രിം ചെയ്തിട്ടില്ല. അപ്പോൾ അത് വോളിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫൈനലി ഇത് ഇക്ക ഓർഡർ ചെയ്ത സംഭവം എത്തിയിട്ടുണ്ട്. വയർലെസ് ചാർജറാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ചെറുതാണ് കേട്ടോ, വിചാരിച്ചതിലും ചെറുതാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ നല്ല വലിപ്പമൊക്കെ തോന്നി, പക്ഷെ ഭയങ്കര ചെറുതാണ്. ഒരു ചെറിയൊരു വയറൊക്കെ ഉണ്ട് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ മൊബൈൽ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിൽ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് പ്രോഡക്റ്റ് എല്ലാം ഒന്ന് അൺബോക്സിങ് ചെയ്ത് പെട്ടെന്ന് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, മൊബൈൽ ഇതുപോലെ ചാർജ് ചെയ്യാൻ വയർലെസ് ചാർജറാണ്. ഏതൊക്കെ ഫോൺ വെക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ ഒരു ഫോൺ ഇതുപോലെയാണ് വെച്ച് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാനാണ് ഇക്ക ഓർഡർ ചെയ്തത്. ഇത് ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറേ സാധനങ്ങളും കൂടെ പയ്യനെ മേടിച്ചെടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക ഇൻഷാ അള്ളാ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.